ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഈസി പീസി ആയിട്ട് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു ചെമ്മീൻ പീര അല്ലെങ്കിൽ ചെമ്മീൻ തോരൻ എന്നാ വേണമെങ്കിലും പറയാം, അത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിനാവശ്യമായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഫ്രോസൺ ചെമ്മീനായത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ തലയെല്ലാം തൊലിയെല്ലാം പൊളിച്ച് തലയെല്ലാം കളഞ്ഞ് ചെമ്മീൻ അഴുക്കെല്ലാം കളഞ്ഞ ചെമ്മീനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ 250 ഗ്രാമേ ഉള്ളൂ അത് കേട്ടോ. അപ്പോൾ 250 ഗ്രാം അത് നല്ലപോലെ വൃത്തിയായിട്ട് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട് കരിവേപ്പില, ഒരു പിടി എൻ്റെ കൈപ്പിടിക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 കഷ്ണം പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരിമുളകാണ് പീരയ്ക്കൊക്കെ നല്ലത്. കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളുക. പിന്നെ ഒരു 5 അല്ലി ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇടുവാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് ഫ്രോസണാണ് ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അല്ലാത്ത ഉള്ളി ഉള്ളവർ അങ്ങനെ ചെയ്തുകൊള്ളുക. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി നല്ലൊരു തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഉപ്പ്. പിന്നെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ. ഇപ്പം എണ്ണ ഇല്ലാതെ ഹെൽത്തി ആണല്ലോ എല്ലാവരും നോക്കുന്നത്, അപ്പം എണ്ണ ഇല്ലാതെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കി, ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തിലോട്ട് കുറച്ച് എന്നാ പറയുന്നത്, നമ്മൾ ചിരകി വെച്ചിരുന്ന ഒരു പിടി തേങ്ങ ഉണ്ടായിരുന്നല്ലോ, തേങ്ങ എടുത്തിട്ടു. അതിലേക്ക് നമുക്കൊരു 3 കഷ്ണം പുളി ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ബാക്കിയെല്ലാം വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില, ജീരകം, മഞ്ഞൾ, ഉപ്പ്, കാന്താരിമുളക്, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതയ്ക്കണം. അപ്പം ഞാനത് കല്ലേ വെച്ചാൽ ചതയ്ക്കുന്നത് കേട്ടോ. അത് മിക്സിക്ക് അതിലൊന്ന് കറക്കിയെടുത്താലും മതി. കല്ലേ വെച്ച് ചതച്ചേച്ചും അതും കൂടെ ഇതിനകത്തിലോട്ട് ഇടാം. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വേണ്ട, ഞാൻ നമ്മുടെ എല്ലാം ചതയ്ക്കാനുള്ളതെല്ലാം ചതച്ച് ഇതിനകത്തിലെല്ലാം നല്ലപോലെ ഒന്ന് തിരുമ്മി ഒന്ന് പിടിപ്പിച്ച്. ഉപ്പ് ഞാൻ നോക്കിയില്ല കേട്ടോ, ഉപ്പ് നമുക്ക് നോക്കാം. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഏകദേശം 1/2 സ്പൂണ്, അര തൊട്ട് 3/4 സ്പൂൺ വരെ, ടീസ്പൂൺ വരെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, ചെമ്മീനായതുകൊണ്ട് അധികം ഉപ്പ് വേണ്ടി വരികയില്ല, എന്നാലും നോക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു. അതിനകത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തേച്ച് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉപ്പ് വേണോ, പുളി വേണോ, എന്തെങ്കിലും കുറവുണ്ടോ, മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് അടുപ്പിലോട്ട് വെക്കട്ടെ. അപ്പോൾ അതേണ്ട നോക്കിയേ, ഞാനിതിപ്പോൾ നമ്മുടെ തീ കത്തിച്ച് നമ്മുടെ ഇത് അടുപ്പിലോട്ട് വെച്ചു. ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കാൻ പോവാണേ. നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാമേ. ചട്ടിയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് നോക്കാം ഇത് എന്തോ ആയെന്നേ. നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ പറ്റട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. അത്രേ ആയിട്ടുള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ നന്നായിട്ട്. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്കൊന്നുകൂടെ നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്, എവിടം വരെ എത്തിയെന്ന്. വേണ്ട, ഇപ്പോഴും വെള്ളം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത് നല്ലപോലെ ഇപ്പം ഈ ഫ്രോസൺ ചെമ്മീനും നമ്മുടെ എന്നാ പറയുന്നത് അല്ലാത്ത ചെമ്മീൻ, നമ്മുടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ചെമ്മീനും വ്യത്യാസമുണ്ട് വേവിന് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് നല്ലപോലെ പറ്റിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് ഒരല്പം ഉപ്പ് വേണോ, പുളി വേണോ, എരിവ് വേണോ, എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നോക്കിക്കോളൂ. ഇപ്പം അത്യാവശ്യം വെന്തിട്ടില്ലല്ലോ, വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയം കൊണ്ടൊന്ന് നോക്കിക്കോണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതേണ്ട ഒന്നുകൂടെ നോക്കാമേ. അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി. ഞാൻ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരിയുടെ വെള്ളം പറ്റാനുണ്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം അത്യാവശ്യത്തിനുണ്ട്, ഇനി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പുളിയും അത്യാവശ്യത്തിനുണ്ട്, എരിവും എല്ലാം അത്യാവശ്യത്തിനുണ്ട്. നോ വറീസ് ആണ്. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് ഈ വെള്ളം പറ്റാൻ വേണ്ടി തുറന്ന് വെക്കാം. ഇതിപ്പോൾ ചെമ്മീനെല്ലാം വെന്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഇത് നല്ലത് വെള്ളമെല്ലാം ഒന്ന് പറ്റട്ടെ.
വേണ്ട നോക്കിയേ, നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി നമ്മുടെ മീനിനകത്തിലെ. ഇനിയിപ്പം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കുന്ന സമയത്ത് നോക്കിയിട്ട് എടുത്തോണം കേട്ടോ വേണമെങ്കിൽ. ഇപ്പം ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഗ്യാസ് ലോയിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തായിരുന്നു. ജസ്റ്റ് ചുമ്മാ ഒന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. ആ തേങ്ങ ഞാൻ ഇതിനകത്തിലോട്ട് ഇടുക കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്താൽ. ഇതൊന്ന് ചെയ്ത് നോക്കണം. അതാണ് ഒരു ചെറിയ ടിപ്പാണത് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഷ്രെഡഡ് കോക്കനട്ട് എന്നും പറഞ്ഞ് കിട്ടും. ഇങ്ങനെ ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, ഉണക്ക തേങ്ങ ചിരകിയത് അത് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ തേങ്ങ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിനകത്തിലോട്ട് ഇട്ടേച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വേറെ ഒന്നും വേണ്ട, നല്ല രുചിയാണ്. അപ്പം ഈ ടിപ്പൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. അതിനിപ്പോൾ പയർ തോരനാണെങ്കിലും ഓക്കെ, എന്ത് തോരൻ ഉണ്ടാക്കിയാലും ഇതുപോലെ ഒന്ന് ആ തേങ്ങ ഒന്ന് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരല്പം എന്താ പറയുക കോക്കനട്ട് ഓയിൽ, ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ സ്പൂണ് വേണ്ടേ, കണ്ടോ, ഒരു 1/2 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ചെമ്മീൻ കിട്ടിയാൽ ഉടനെ ബിരിയാണിയോ തീയലോ ഒക്കെ വെക്കുന്നതിന് പകരം ഇതുപോലെ പീര പറ്റിച്ചാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാനിത് സെർവിങ് ഡിഷിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാമേ. അപ്പോൾ ദേണ്ടേ നമ്മുടെ ചെമ്മീൻ പീര റെഡി മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഇപ്പം മത്തി പീര വെക്കാനാണെങ്കിലും പയർ തോരൻ, അങ്ങനെ എന്ത് തോരൻ വെക്കാനാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. അതിനകത്തിൽ കുഴപ്പമില്ല. തേങ്ങ വറുത്ത് എടുക്കുന്നത് കൊണ്ടല്ലോ ഒരു ചെറിയൊരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിക്കകത്തിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ മേളിലോട്ട് ഇടുവാന്നേ ഉണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും, കിടുക്കാച്ചിയായിരിക്കും, ടേസ്റ്റ് നല്ല കിടുക്കൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതൊരു ടിപ്പ് പോലെ, ഒരു കിച്ചൺ ടിപ്പ് പോലെ കരുതിയാൽ മതി. ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ എപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാലും തോരൻ ഉണ്ടാക്കിയാലും ഇതുപോലെ ചെയ്യാറുണ്ട്. ഇതുവരെയും അങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളരിക്ക എന്നാണ് ചാനലിൻ്റെ പേര്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്, ബി ഹാപ്പി, ബി ബ്ലെസ്ഡ്. ബൈ ബൈ.